ഇന്ന് ഡിസംബർ 8 സാർവത്രിക സഭ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. എല്ലാവർക്കും ഈ അനുഗ്രഹീതമായ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. പാപക്കറയേൽക്കാതെ പരിശുദ്ധ കന്യകാമറിയം ഭൂമിയിൽ ആഗതയായി എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ അമലോത്ഭവ തിരുനാളും നമ്മിൽ ഊട്ടിയുറപ്പിക്കുന്നത്. ക്രിസ്തുവിന് ജന്മം നൽകാൻ സ്വർഗം തിരഞ്ഞെടുത്ത പരിശുദ്ധ കന്യകാമറിയം പാപത്തിൻ്റെ നിഴലാട്ടമില്ലാതെ പരിശുദ്ധിയായി ദൈവകരങ്ങളിൽ സുരക്ഷിതയായിരുന്നു എന്നാണ് ഈ തിരുനാൾ നമ്മെ പഠിപ്പിക്കുന്നത്. 1884 ഡിസംബർ 8 പരിശുദ്ധ പിയൂസ് 9 മാർപ്പാപ്പയാണ് സഭ പരമ്പരാഗതമായി ചേർത്ത് പിടിച്ചു പോന്നിരുന്ന ഈ വിശ്വാസത്തെ കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. ലൂർദിൽ ഇടയ ബാലികയ്ക്ക് പ്രത്യക്ഷപ്പെട്ട മറിയം തന്നെ പരിചയപ്പെടുത്തിയത് ഞാൻ അമലോത്ഭവയാണ് എന്നാണ്. ഇത് വെളിവാക്കുന്നത് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പ്രബോധനവും മാർപ്പാപ്പയിലൂടെ വെളിവാക്കപ്പെട്ട വിശ്വാസ സത്യത്തിൻ്റെ പ്രഖ്യാപനവും യാഥാർത്ഥ്യമാണ് എന്ന് തന്നെയാണ്. പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ ഈ തിരുനാൾ ദിവസം വിശുദ്ധമായ ഏതാനും ചിന്തകൾ കൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ ഉണർത്താൻ നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ ബൈബിളിൽ നാം വായിക്കുന്നുണ്ട്, നിന്നിൽ നിന്ന് പിറക്കുന്നവൻ പരിശുദ്ധനും ദൈവപുത്രനുമായിരിക്കും. ഇത് ദൈവദൂതൻ പരിശുദ്ധ അമ്മയോട് നൽകുന്ന സന്ദേശമാണ്. ഈ അമലോത്ഭവ തിരുനാൾ ഏതാനും ചെറിയ ആത്മീയ ചിന്തകളോടെ നമ്മുടെ വിശ്വാസ ജീവിതത്തെയും ആത്മീയ ജീവിതത്തെയും ഉണർത്താൻ നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം സ്വർഗത്തിൻ്റെ കരുതലാണ് എന്ന് നാം കരുതണം. കാരണം രക്ഷകന് പിറവി കൊടുക്കാനുള്ള മാർഗം, അതിൻ്റെ പാത, അത് അത്യന്തം വിശുദ്ധമായിരിക്കണമെന്ന് സ്വർഗം കണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ അവളുടെ അമ്മയായ അന്നയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ പാപരഹിതയായി സ്വർഗം കരുതലോടുകൂടി സൂക്ഷിച്ചത്. സ്വർഗത്തിൻ്റെ വലിയ കാരുണ്യവും കരുതലുമാണ് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം. ഇനി മറിയത്തിൽ നാം കാണുന്നത് സ്വർഗത്തിൻ്റെ കരുതലും കാരുണ്യവുമായ ഈ അമലോത്ഭവത്തിൽ മറിയത്തിൻ്റെ ജീവിതം ഒതുങ്ങിയില്ല എന്നാണ്. കാരണം അമലോത്ഭവയായി പിറന്നു എന്ന് മാത്രമല്ല, അവളുടെ ജീവിതം അത്രയും, അവളുടെ ആയുസ് മുഴുവനും അവൾ നിർമ്മലയായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിച്ചു എന്നുള്ളത് മറിയം ദൈവത്തോട് കാണിച്ച ആ വലിയ വിശ്വസ്തതയുടെ അടയാളം കൂടിയാണ്. അവളുടെ ജീവിതത്തിലുടനീളം തിന്മയുടെ കറ പുരളാതെ ജന്മത്തിൽ എങ്ങനെയോ അവൾ സുരക്ഷിതയായിരുന്നോ, ജന്മത്തിൽ സ്വർഗം എങ്ങനെ അവളെ കാത്തു സൂക്ഷിച്ചോ, അതേ പരിശുദ്ധിയോടുകൂടി ജീവിതം അത്രയും ജീവിക്കാൻ പരിശുദ്ധ അമ്മ പരിശ്രമിച്ചു എന്നുള്ളത് അമ്മ ദൈവപിതാവിനോട് കാണിച്ച വിശ്വസ്തതയുടെ വലിയ പ്രകടനമായി വേണം നമ്മൾ ഈ തിരുനാൾ ദിനം വായിച്ചെടുക്കാൻ. അതുകൊണ്ട് പരിശുദ്ധ അമ്മ ഈ അമലോത്ഭവ തിരുനാൾ ദിവസം നമ്മളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, നമ്മൾ ജന്മം കൊണ്ട് ക്രിസ്തുവിൻ്റെ അനുയായികളായി രൂപപ്പെട്ടു എന്ന് മാത്രമല്ല, കർമ്മം കൊണ്ട് ക്രിസ്തുവിൻ്റെ പാതയിലൂടെ നടക്കാൻ വേണ്ടി നമ്മൾ എത്ര കണ്ട് വിശ്വസ്തയോടെ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് അമ്മ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വലിയ വെല്ലുവിളിയായി വേണം നാം കരുതാൻ. രണ്ടാമത്, ദൈവദൂതൻ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വന്ന് അവളെ അഭിസംബോധന ചെയ്തത് കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ അഭിസംബോധനയുടെ അർത്ഥം അവൾ ദൈവത്താൽ നിറയപ്പെട്ടവളാണ് എന്നും അവൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവളാണ് എന്ന് തന്നെയാണ്. പരിശുദ്ധ അമ്മ കൃപ നിറഞ്ഞവളായി ഭൂമിയിലേക്ക് പിറവിയെടുത്തിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ ദൂതൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ദൈവാത്മാവിനാൽ നിറഞ്ഞ പരിശുദ്ധ മറിയം ദൈവത്തോട് കാണിക്കുന്ന വിശ്വസ്തതയാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്നുള്ള അവളുടെ പ്രത്യുത്തരം. നമ്മൾ ഒരുപക്ഷെ തിരിച്ചറിയേണ്ടത്, ഈ ദൈവഹിതത്തോട് മറിയം സമ്മതം മൂളിയപ്പോഴാണ് നമുക്ക് രക്ഷകനെ ലഭിച്ചത് എന്നുള്ള വലിയ സത്യമാണ്. പരിശുദ്ധ അമ്മ ദൈവപിതാവിനോട് കാണിച്ച ഈ സമ്മതമറിയിക്കലാണ് ലോകത്തിന് രക്ഷകനെ ലഭ്യമാക്കി തന്നത് എന്ന് നാം തിരിച്ചറിയണം. അങ്ങനെയെങ്കിൽ ഈ അമലോത്ഭവ തിരുനാൾ ദിവസം മറിയം നമ്മളെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പാഠം, ദൈവഹിതത്തിന് ആമേൻ പറയാൻ നാം സന്മനസ്സുള്ളവരായി മാറണം എന്നാണ്. നമ്മൾ ദൈവഹിതത്തിന് ആമേൻ പറയുമ്പോൾ
ഉണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത് നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ രക്ഷാകരമായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ സ്വന്തമാകുന്നു എന്നുള്ളതാണ്. കുടുംബത്തിൽ അപ്പൻ ദൈവഹിതത്തിന് ആമേൻ പറയുമ്പോൾ, അമ്മ ദൈവഹിതത്തിന് ആമേൻ പറയുമ്പോൾ, തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കഴിയുന്ന മക്കൾ, ജീവിത പങ്കാളി ഒക്കെ ദൈവത്തിൻ്റെ രക്ഷ അനുഭവിക്കാൻ പര്യാപ്തരായി മാറുന്നു എന്ന് നാം തിരിച്ചറിയുക. ദൈവഹിതത്തിന് നമ്മൾ ആമേൻ പറയുമ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരുമൊക്കെ ഈ രക്ഷ സ്വന്തമാക്കുന്ന അനുഭവം നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ നാം കണ്ടു ബോധ്യപ്പെടും എന്ന് വിശുദ്ധ സുവിശേഷം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന സത്യമാണ്. മൂന്നാമതായി അമലോത്ഭവ തിരുനാൾ നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ വിശുദ്ധിയെക്കുറിച്ചാണ്. വിശുദ്ധി വർത്തമാന കാലഘട്ടത്തിൽ മനുഷ്യന് അപ്രാപ്യമായ ഒരു വസ്തുതയായി ഗണിക്കപ്പെടുന്നതാണ്. വിശുദ്ധ ജീവിതം പുലുകുന്നതിനെ കുറിച്ച് വലിയ ആഗ്രഹമോ കരുതലോ ഇല്ലാത്തൊരു കാലഘട്ടമായി ഇത് മാറുന്നു എന്നുള്ളതും സങ്കടകരമാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് പരിശുദ്ധ അമ്മയുടെ വിശുദ്ധിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും ബോധ്യങ്ങളും അമലോത്ഭവ തിരുനാളിൽ നാം ചർച്ചയാക്കേണ്ടതും ധ്യാനിക്കേണ്ടതും. വിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തോടുള്ള മനുഷ്യന്റെ നിതാന്തമായ വിശ്വസ്തതയുടെ പ്രകടനമാണ്. ദൈവഹിതത്തിന് വിധേയപ്പെടുക, എല്ലാ വിശുദ്ധ സങ്കല്പങ്ങൾക്കും ഉപരിയായ ദൈവത്തോട് ഒരായുസ് മുഴുവൻ ചേർന്നിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. സഭയിൽ വിശുദ്ധാത്മാക്കളെയൊക്കെ നമ്മൾ അനുസ്മരിക്കുന്നത് അത്തരത്തിലാണ്. അവർ ജീവിതത്തിൻ്റെ കാലഘട്ടം മുഴുവൻ ദൈവത്തോട് ചേർന്നിരിക്കാൻ വേണ്ടി പരിശ്രമിച്ച് ആ പരിശ്രമത്തിൽ വിജയിച്ചവരാണ് എന്നുള്ള ബോധ്യത്തിലാണ് അവരെ കൽത്താരിയിൽ വണക്കത്തിന് വേണ്ടി പ്രതിഷ്ഠിക്കുന്നത്. അത്തരമൊരു വിശുദ്ധരുടെ നിരയിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം പരിശുദ്ധ അമ്മയ്ക്കാണ്. കാരണം അവളുടെ ജീവിത കാലഘട്ടം മുഴുവൻ ജീവിതം കൊണ്ടും അവളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും ചിന്തകൾ കൊണ്ടുമൊക്കെയും ദൈവത്തോട് ചേർന്നിരിക്കാൻ വേണ്ടി പരിശ്രമിച്ചവളാണ് പരിശുദ്ധ അമ്മ. തിന്മയുടെ നിഴലേൽക്കാതിരിക്കുക എന്ന് വെച്ചാൽ ജന്മത്തിൽ മാത്രമല്ല, ജീവിത കാലഘട്ടം മുഴുവൻ തിന്മയിൽ നിന്ന്, പാപത്തിൽ നിന്ന് ബോധപൂർവമായ അകലം സൃഷ്ടിക്കാൻ, അകലം പാലിക്കാൻ, അങ്ങനെ വെറുതെ അകലം പാലിക്കുക മാത്രമല്ല, അകന്നിരിക്കുകയല്ല, ദൈവത്തോട് അടുത്തിരിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകേണ്ട വലിയ ഗുണം തിന്മയിൽ നിന്ന് അകലം പാലിക്കുക എന്ന് മാത്രമല്ല, തിന്മയിൽ നിന്ന് അകലും തോറും ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ള ശ്രമവും നമ്മളെ വിശുദ്ധിയിലേക്ക് വളർത്തും എന്ന് നാം തിരിച്ചറിയണം. ജീവിതത്തിലുടനീളം ജീവിതം വിശുദ്ധിയുടെ വെളിച്ചത്താൽ പ്രകാശപൂരിതമായിരുന്നു പരിശുദ്ധ അമ്മയുടെ. വർത്തമാന കാലഘട്ടത്തിൽ തിന്മയുടെ സകല ചാബല്യങ്ങളും ഈ കാലഘട്ടത്തിൽ നിറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ വലിയ ശ്രദ്ധയും ജാഗ്രതയും ഒക്കെയും വിശുദ്ധിയുടെ വെള്ളിവെളിച്ചത്താൽ നമ്മുടെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം എന്ന് അമലോത്ഭവ തിരുനാൾ ദിവസം പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഈ തിരുനാൾ ദിവസം ഈ വിശുദ്ധമായ വിചാരങ്ങളോടെ നമുക്ക് പരിശുദ്ധ അമ്മയെ കൂടുതൽ സ്നേഹിക്കുകയും അമ്മയോട് ചേർന്ന് നിൽക്കുകയും ചെയ്യാം. പരിശുദ്ധ അമ്മയുടെ ഒരു തിരുനാളും അമ്മയിൽ ചെന്ന് അവസാനിക്കേണ്ട തിരുനാളുകളല്ല. അതിനപ്പുറത്തേക്ക് ദൈവം വിശ്വസ്തനായിരിക്കുന്നു എന്നതിൻ്റെ ഓർമ്മ ഉള്ളിൽ സൂക്ഷിക്കേണ്ടതാണ്. കാരണം ആദ്യ മാതാപിതാക്കളുടെ പാപം കൊണ്ട് മലീമസമായ മനുഷ്യകുലത്തെ രക്ഷിക്കാൻ ദൈവമായ കർത്താവ് നൽകിയ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് പരിശുദ്ധ അമ്മയുടെ പിറവി എന്ന് നാം തിരിച്ചറിയുക. ആ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തോട് കൂടുതൽ ഹൃദയപൂർവ്വം അടുക്കാനായിട്ടുള്ള അവസരമാണ് ഈ തിരുനാളുകളൊക്കെയും. ഒപ്പം പരിശുദ്ധ അമ്മ ജീവിതത്തിൽ ചേർത്ത് പിടിച്ചിട്ടുള്ള ഈ നന്മയുടെയും വിശുദ്ധിയുടെയും മാർഗങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാതൃകയാക്കി മാറ്റാം. എല്ലായ്പ്പോഴും ദൈവത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ടിരിക്കുക, ജീവിതത്തിൽ എല്ലാ കാലത്തും വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നമ്മളുമായി ബന്ധപ്പെട്ട് കഴിയുന്ന എല്ലാവർക്കും രക്ഷകനായ ഈശോയെ അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളും സാധ്യതകളും നമ്മുടെ ജീവിത രീതികൾ കൊണ്ടും കർമ്മവിധികൾ കൊണ്ടും നമ്മുടെ വാക്കുകൊണ്ടുമൊക്കെയും സമ്മാനിക്കുക. അങ്ങനെ അമലോത്ഭവയായ മറിയത്തിൻ്റെ ജീവിതത്തിൽ വിളങ്ങിയിരിക്കുന്ന സുഹൃതങ്ങൾ
നമ്മുടെ ഈ ചെറു ജീവിതത്തോടും ചേർത്ത് പിടിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അമലോത്ഭവയായ മറിയം നമുക്ക് വേണ്ടി നിരന്തരം ഈശോയോട് മാധ്യസ്ഥം വഹിക്കട്ടെ. ആമേൻ.